വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാം നടത്തുന്ന ക്ഷീരകർഷകർക്കായി മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. ക്ഷീരമേഖലയിലെ ഉൽപാദനം, സംഭരണം, ഗുണനിലവാരം, വിപണനം തുടങ്ങിയവയെല്ലാം ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ റീപൊസിഷനിങ് മിൽമ എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. ഇന്നിവിടെ ഒരുങ്ങുന്ന പാൽപ്പൊടി ഫാക്ടറിക്ക് പുറമെ വയനാട് ജില്ലയിൽ ഒരു കണ്ടൻസിങ് പ്ലാന്റ് ഒരുങ്ങുകയാണ്. മലയോര ഡയറിയിലെ ലോങ് ലൈഫ് മിൽക്ക് പദ്ധതിയും പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. കേരളത്തിലെ കാലിത്തീറ്റ ഉൽപാദനത്തിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 10 കോടി രൂപയാണ് ഇതിനനുവദിച്ചത്. ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ക്ഷീരവികസന മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തവണത്തെ ബജറ്റിൽ 110 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അതിൽ 11 കോടി രൂപ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ഫാം സർവീസ് പദ്ധതിക്ക് വേണ്ടിയുള്ളതാണ്. ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ധനസഹായമായി 23 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷീരവികസന രംഗത്ത് സുപ്രധാന പങ്കുവഹിക്കുന്നവരാണ് ക്ഷീര സഹകരണ സംഘങ്ങൾ. ക്ഷീര സഹകരണ സംഘങ്ങൾ മുഖേന സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നുണ്ട്. എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊഴികെ പാലിൻ്റെ സംഭരണത്തേക്കാൾ കൂടുതലാണ് വിൽപ്പന. പരിമിതികൾ മറികടക്കാനുള്ള ഇടപെടലുകൾ ക്ഷീര കർഷകരുടെയും മിൽമയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കാർഷിക രംഗത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രാധാന്യമാണ് നാം നൽകി വരുന്നത്. മാറുന്ന ജീവിതശൈലിക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു ചുവടുവെപ്പാണ് ഈ മിൽക്ക് പൗഡർ പ്ലാൻ. അതുകൊണ്ട് മാത്രം മതിയാകില്ല. പുതിയ മേഖലകൾ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ന്യൂട്രീഷ്യസ് ഫുഡ് പ്രോഡക്റ്റുകൾക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം കൈവരുന്നൊരു കാലമാണിത്. ഇത് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കാത്ത പോഷകാഹാര ഘടകങ്ങൾ പ്രത്യേക ഉൽപ്പന്നങ്ങളായി ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് അവ അനിവാര്യമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ ക്ഷീരമേഖലയ്ക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ നടത്താൻ കഴിയുന്ന ഇടപെടലുകൾ ഏതൊക്കെയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാൽ സംഭരണത്തിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് സിസ്റ്റം അടിസ്ഥാന തലം മുതൽ ഉറപ്പാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിലവിൽ 500ഓളം ബൾക്ക് ചില്ലിംഗ് സെൻ്ററുകളാണ്
സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഇവയുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാക്കാൻ കഴിയണം. കാർഷിക മേഖലയെയും അക്കാദമിക് മേഖലയെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഉണ്ടാകുന്ന ഗവേഷണ ഫലങ്ങളെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയാണ്. അതിൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളുമുണ്ട്. ഫുഡ് ചെയിൻ സ്റ്റോറേജ് ആൻഡ് മെയിൻ്റനൻസ് സംബന്ധിച്ച ഗവേഷണങ്ങളുമുണ്ട്. ബയോട്ടിക് രംഗത്തെ ഗവേഷണങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ക്ഷീരമേഖലയിലെ ഉന്നമനത്തിന് എപ്രകാരം ഉപയോഗപ്പെടുത്താമെന്ന ആലോചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിനെല്ലാം പുറമെ ശക്തമായ ഒരു മാർക്കറ്റിംഗ് ശൃംഖല കെട്ടിപ്പടുക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. കേരള ബ്രാൻഡിങ്ങിൻ്റെ കീഴിൽ ഏകീകൃത സംവിധാനമായി സ്റ്റാൻഡേർഡ് കോഡുകളും ഇൻ്റഗ്രേഷൻ ഫാമിംഗ് ടെക്നിക്കുകളും വേസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാം ഒരുങ്ങേണ്ടതുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായാൽ നമ്മുടെ ക്ഷീരമേഖല മാത്രമല്ല, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒന്നാകെ കൂടുതൽ മികച്ചതാകും. സാധാരണക്കാരായവരുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും അത് കാരണമാണ്. സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന മുന്നേറ്റത്തിനൊപ്പം ചേരാനും അതിനെ പരിപോഷിപ്പിക്കാനും മിൽമയ്ക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിവാദം.